السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ രണ്ടായത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം ذلك الكتاب لا ريب فيه هدى للمتقين. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ ആയത്ത് 3 അക്ഷരങ്ങളാണ്. അലിഫ് ലാം മീം. ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പല സൂറത്തുകളും ഖുർആനിലുണ്ട്. ചിലത് ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഉദാഹരണത്തിന് ഖാഫ്, നൂൻ. 2 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. യാസീൻ. 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന, ഇപ്പോൾ നമ്മൾ ഈ സൂറത്തിൽ കാണുന്നത് പോലെ അലിഫ് ലാം മീം, അലിഫ് ലാം റാ. 4 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. അലിഫ് ലാം മീം സ്വാദ്. 5 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നുണ്ട്. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരു ശൈലി പരിശുദ്ധ ഖുർആനിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയതായി പരിചയപ്പെടുത്തിയ ഒരു ശൈലിയാണോ, അതല്ല അറബികൾക്ക് പരിചയമുണ്ടായിരുന്ന ശൈലിയാണോ? എന്താണ് ഈ അക്ഷരങ്ങളുടെ അർത്ഥം? ഇങ്ങനെ ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ, മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരഭിപ്രായം, ഇത് അറബികൾക്കിടയിൽ ചിരപരിചിതമായ ഒരു ശൈലിയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിലാരും അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് ഈ അലിഫ് ലാം മീം എന്ന് ഒരു സഹാബിയും ചോദിച്ചതായി നമുക്ക് ഹദീസുകളിലൊന്നും കാണാൻ സാധിക്കുകയില്ല. സഹാബിമാർക്ക് സംശയമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ നബിയോട് വന്ന് സംശയം തീർക്കുന്ന ഒരു രീതിയാണ് സഹാബിമാർക്കുണ്ടായിരുന്നത്. എന്ത് വിഷയത്തിലും അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് അവർ ചോദിക്കും. എന്നിട്ട് ആ സംശയ നിവാരണം വരുത്തും. പക്ഷെ എവിടെയും റസൂലെ, യാ റസൂലല്ലാഹ് മാ മഅനാ യാസീൻ, റസൂലെ ഈ യാസീൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അലിഫ് ലാം റാ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സഹാബിമാരാരും ചോദിച്ചതായി ഹദീസുകളിൽ റിപ്പോർട്ടുകൾ ഒന്നും വരാത്തത് കൊണ്ട് അത് ആ കാലഘട്ടത്തിൽ പരിചിതമായിരുന്ന ഒരു ശൈലിയായതുകൊണ്ടാവാം അങ്ങനെ സഹാബിമാർ ചോദിക്കാതിരുന്നത് എന്നാണ് അതിനെക്കുറിച്ച് ഒരു നിരീക്ഷണം. അക്കാലത്തെ സാഹിത്യകാരന്മാരും
കവികളുമൊക്കെ അവരുടെ കവിതകളിലും അവരുടെ കഥകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ശൈലികൾ, ഇതിന് അൽ ഹുറൂഫ് അൽ മുഖത്തഅ എന്നാണ് പറയുക. മുറിക്കപ്പെട്ട അക്ഷരങ്ങൾ, ഓരോരോ അക്ഷരങ്ങളായിട്ട് പറയും. ഇപ്പൊ അലിഫ് ലാമ് മീം എന്ന് എഴുതിയാൽ അറബിയിൽ സാധാരണ വായിക്കുക അലം എന്നാണ് ഒരു സാധാരണഗതിയിൽ. ഇപ്പൊ നമ്മള് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അത് തുടങ്ങുന്നത് അലിഫ് ലാം മീം കൊണ്ടാണ്. പക്ഷെ അവിടെ ആരും നമ്മൾ അലിഫ് ലാം മീം തറ എന്നുണ്ടല്ലോ നമ്മൾ തുടങ്ങുന്നത്, നമ്മളത് വായിക്കുന്നത് അലം എന്നാണ്. പക്ഷെ ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ വേറെ വേറെ തന്നെ ഉച്ചരിക്കുകയാണ്. അലിഫ് ലാം മീം എന്ന് വേറെ വേറെ തന്നെ ഉച്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫുൽ മുഖത്തഅ അല്ലെങ്കിൽ അൽ ഹുറൂഫ് അൽ മുതഖത്തിഅ എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ അക്ഷരങ്ങൾക്കാണ്. അപ്പൊ എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു മറുപടി പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിൽക്കാലത്ത് സഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ, പിൽക്കാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രാചീനരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ആധുനികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേവലം അഭിപ്രായങ്ങൾ മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതൊന്നും ഖണ്ഡിതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പില്ല. പിന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ 2 തരത്തിലുള്ള ആയത്തുകളുണ്ട് എന്നാണ്. ഒന്ന് മുഹ്കമാത്ത്, മറ്റൊന്ന് മുതശാബിഹാത്ത്. ഈ 2 തരത്തിലുള്ള ആയത്തുകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. മുഹ്കമാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അവ്യക്തതയും ഉണ്ടാവില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തിൽ ആ നിയമം പാലിക്കാൻ എളുപ്പമായിരിക്കും, അത് ഖണ്ഡിതമായിരിക്കും. എന്നാൽ മറ്റു ചിലത് മുതശാബിഹാത്ത്, അവ്യക്തതകൾ നിറഞ്ഞ ചില കാര്യങ്ങളും ഖുർആനിലുണ്ട്. ഇത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. സൂറത്തു ആലു ഇംറാൻ അല്ലാഹു പറയുന്നു 7-ാമത്തെ ആയത്ത്, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുതശാബിഹാത്തുൻ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വബ്തിഗാഅ തഅവീലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത് അവനാണ്. ആ വേദഗ്രന്ഥത്തിൽ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ, വളരെ ഖണ്ഡിതമായ വളരെ നിർണിതമായ ആയത്തുകൾ അതിലുണ്ട്. എന്നാൽ അതാണ് ഇതിന്റെ അടിസ്ഥാനം, വേദഗ്രന്ഥത്തിന്റെ കാതലായ ഭാഗം അതാണ്. എന്നാൽ ഉഖറു മുതശാബിഹാത്ത്, വേറെ ചിലത് ചില തെളിച്ചു പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അവ്യക്തത നിറഞ്ഞ ചില വാക്യങ്ങളുമുണ്ട്. അതിന്റെ പിന്നാലെ പോവേണ്ടതില്ല. മനസ്സിൽ വക്രതയുള്ളവരാണ് അതിന്റെ പിന്നാലെ പോവുക, തർക്കത്തിൽ അഭിരമിക്കാൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ അൽ ഹുറൂഫുൽ മുഖത്തഅ ഇങ്ങനെ മുതശാബിഹാത്തിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു, പഠിപ്പിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരാത്തിടത്തോളം കാലം നമുക്കതിൻ്റെ ആശയം ഇന്നതാണ് എന്ന് കൃത്യമായി പറയുക സാധ്യമല്ല. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായുള്ള വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ആ ശ്രുതി മധുരം ഈ ഇത്തരത്തിലുള്ള അൽ ഹുറൂഫുൽ മുഖത്തഅയിലും കാണാൻ സാധിക്കും. അതിന്റെ സാഹിത്യ ഭംഗി, അലിഫ് ലാം മീം കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇതൊക്കെ ഇത് ശബ്ദമധുരമായി പാരായണം ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഈ പള്ളിയിലെ ഇമാമൊക്കെ അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയുന്നവനും അറിയാത്തവനും, അറബി അറിയുന്നവനും അറിയാത്തവനും അതിൻ്റെ ഭംഗിയിൽ സ്വല്പനേരം നിന്നുപോകും.
അപ്പൊ ഇത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു ആഹ്വാനമാണ് എന്ന ഒരു വ്യാഖ്യാനം അതിനുണ്ട്. ഇത്തരത്തിൽ 14 അക്ഷരങ്ങളാണ് ഉള്ളത്. 14 അക്ഷരങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടു വരുന്നതൊക്കെ ഒഴിവാക്കിയാൽ 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ അൽ ഹുറൂഫുൽ മുഖത്തഅയായി വന്നിട്ടുള്ളത്. അറബിയിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? അറബി ഭാഷയിൽ മലയാളത്തിൻ്റെ അത്ര എന്തായാലും ഇല്ല. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. ചില ആളുകൾ ഹംസയും അലിഫും വേറെ എണ്ണീറ്റ് 29 എന്നും പറഞ്ഞു. എന്തായിരുന്നാൽ 28 അക്ഷരങ്ങളുള്ള അറബി ഭാഷയുടെ പകുതി 14 അക്ഷരങ്ങൾ ഈ അൽ ഹുറൂഫുൽ മുഖത്തഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ ഓരോ അക്ഷരത്തിനും സ്വന്തമായിട്ട് അർത്ഥമുണ്ട് എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നൂൻ. നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നർത്ഥമുണ്ട്. അലിഫ്, അലിഫ് എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥമുണ്ട്. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾക്കൊക്കെ അതിൻ്റെതായ അർത്ഥമുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. വേറെ ചില ആളുകളുടെ അഭിപ്രായത്തിൽ ഇത് അസ്മാഉസ്സുവർ, സൂറത്തുകളുടെ തുടക്കത്തിൽ അതിനെ വേർതിരിച്ചറിയാനുള്ള ചില പേരുകൾ മാത്രമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് സൂറത്തിന്റെ തുടക്കം, ഒരു സൂറത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന വാക്കുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അസ്മാഉല്ലില്ല, അള്ളാഹുവിന്റെ പേരുകളാണ്. ഇതൊക്കെ അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്. ലാം എന്ന് പറഞ്ഞാൽ ലത്തീഫാണ്. മീം എന്ന് പറഞ്ഞാൽ മജീദാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ പേരുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, ഹിയ ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ പേരാണത് എന്ന് വിശദീകരിച്ചതായി കാണാം. എന്നാൽ ഇതിൽ ഏറ്റവും പ്രസക്തമായ വ്യാഖ്യാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിന്റെ ഇഅ്ജാസിൽപ്പെട്ടതാണ്, അമാനുഷികതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ പറയുന്നു. അലിഫ്, ലാം, മീം, കാഫ്, ഹാ, യാ, ഐന്, സ്വാദ്, സീന്, യാ, സീന്, നൂന്, മീം, ഖാഫ് എന്നൊക്കെ പറയുന്നത് ഇത് അറബി ഭാഷയിലുള്ള അക്ഷരങ്ങളാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഈ അക്ഷരങ്ങൾ നിങ്ങളൊക്കെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്, നിങ്ങൾക്കറിയുന്ന അക്ഷരങ്ങളാണ്. പക്ഷേ ഈ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് അള്ളാഹു അക്ഷര വിസ്മയം തീർക്കുമ്പോൾ നിങ്ങൾക്കതുപോലെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ മാത്രം സവിശേഷതയാണ്. അലിഫും ലാമും മീമൊക്കെ നിങ്ങൾ എടുത്തുണ്ട്. പക്ഷെ അതിന് ശേഷം വരുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുകയില്ല. സൂറത്തുൽ ബഖറയിൽ തന്നെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യരാശിയെ വെല്ലുവിളിക്കുന്നുണ്ട്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരും. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരൂ എന്നാണ്. പിന്നെ അള്ളാഹു അതിന്റെ ബാറൊന്ന് താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ 10 സൂറത്ത് കൊണ്ടുവരും. പിന്നെ അള്ളാഹു പറഞ്ഞു വേണ്ട, നിങ്ങൾ ഒരു സൂറത്ത്, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, 3 ആയത്തുള്ള സൂറത്തല്ലേ ഖുർആനിൽ, ഒരു 3 ആയത്തുകളെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ, ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഇത് അക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ ഒരു രൂപമാണ് അലിഫ് ലാം മീം എന്ന് പറയുന്നതും അലിഫ് ലാം റാ എന്ന് പറയുന്നത്. അപ്പൊ ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഇത് അക്ഷരങ്ങളാണ്. പക്ഷെ ഈ അക്ഷരങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ രൂപത്തിൽ അള്ളാഹു ഇത് ഖുർആൻ ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പഠിപ്പിക്കലാണ് എന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. ഇത് ഈ വ്യാഖ്യാനത്തോട് കൂടുതൽ യോജിപ്പ് തോന്നാൻ കാരണം ഇത്തരത്തിലുള്ള ഈ അൽ ഹുറൂഫുൽ മുഖത്തഅ പറഞ്ഞ ഉടനെയൊക്കെ പിന്നെ അള്ളാഹു പറയുന്നത് പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് ഇത് തന്നെ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം വേണ്ടി പിന്നെന്താ പറഞ്ഞത്? ദാലികൽ കിതാബ്,
പിന്നെ അള്ളാഹു ഈ ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിൽ കാണാം അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം. അവിടെയും അത് അള്ളാഹുവിൻ്റെ യുക്തിഭദ്രമായ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ്. സൂറത്ത് ഹൂദിൽ കാണാം അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാത്തു. അവിടെയും കിതാബ്, ഈ അൽ ഹുറൂഫുൽ മുഖത്തഅ പറഞ്ഞിട്ട് പിന്നെ കിതാബ്. സൂറത്ത് യൂസുഫിൽ കാണാം അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. അവിടെയും കിതാബാണ് പറയുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. യാസീൻ പറഞ്ഞിട്ട് പിന്നെ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. സ്വാദ് വൽ ഖുർആനി ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാദ് കണ്ട് പിന്നെ ഖുർആനാണ് പറയുന്നത്. ഇങ്ങനെ ഈ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മിക്കവാറും സ്ഥലത്ത് അൽ ഹുറൂഫുൽ മുഖത്തഅ കഴിഞ്ഞിട്ട് പിന്നെ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള വാക്കുകൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയെ, ഇത് അള്ളാഹു ഉണ്ടാക്കിയതാണ്, പക്ഷെ ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതാണ്. ഇതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം, ഇങ്ങനെ ഒരു ആയത്തുകൾ, ഇങ്ങനെ സൂറത്തുകൾ ഉണ്ടാക്കുക സാധ്യമല്ല എന്ന് തീർത്തു പറയുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് എന്ന വ്യാഖ്യാനമാണ് കൂടുതൽ യോജിച്ചതായി തോന്നുന്നത്. അല്ലാഹു അഅലമു ബിസ്സവാബ്. അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന. ഒരാൾ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ, വായിച്ചാൽ അവന് ഒരു നന്മയുണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞു വൽ ഹസനതു ബി അശരി അംസാലിഹ. ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി കിട്ടും. എന്നിട്ട് റസൂൽ പറയാൻ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല, വലാകിൻ അലിഫ് ഹർഫ് വലാം ഹർഫ് വമീം ഹർഫ്. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഇതിന്റെ ഓരോ ഹർഫിനും 10 ഇരട്ടി നിങ്ങൾക്ക് കൂലി കിട്ടും. പരിശുദ്ധ ഖുർആനിൽ മൊത്തം 3,21,180 അക്ഷരങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. എന്തായിരുന്നാലും ഒരു 3,20,000 മുകളിൽ അക്ഷരങ്ങളുണ്ട്. ഇപ്പോൾ ഖുർആൻ ഒരാൾ ഓതിയാൽ അത്രയും പ്രതിഫലം അയാൾക്ക് ലഭിക്കും. സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ തന്നെ 25,500 അക്ഷരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ 25,500 കൂലി നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക്. എന്താണ് രണ്ടാമത്തെ ആയത്ത്? ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ 2 സ്ഥലത്ത് 3 പുള്ളി കാണാം. കണ്ടല്ലേ? ഖുർആനിലേക്ക് നോക്കി. ലാ റൈബ എന്നുള്ളിടത്തും മുകളിൽ 3 പുള്ളി കാണാം. പിന്നെ ഫീഹി എന്നുള്ളിടത്തും 3 പുള്ളി കാണാം. അല്ലേ? കാണുന്നില്ലേ? ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ 2-ൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നിർത്തേണ്ടത്. ഇപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ഓതാം, ദാലികൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലെങ്കിൽ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ രണ്ടാമത് ഓതിയ ഈ ഓത്തിനാണ് കൂടുതൽ പ്രസിദ്ധിയുള്ളത്. അഥവാ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി എന്നുള്ളിടത്ത് നിർത്തുന്നതിനാണ് കൂടുതൽ പ്രസിദ്ധിയുള്ള ഖിറാഅത്ത്, ഹുദൽ ലിൽ മുത്തഖീൻ. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് ആ ഗ്രന്ഥം, ഇതാണ് വേദപുസ്തകം, ഇതിൽ സംശയമില്ല. സൂക്ഷ്മാലുക്കൾക്ക്, സൂക്ഷ്മത കൈകൊള്ളുന്നവർക്ക് വഴികാട്ടിയാണിത്. ഇതാണ് ഇതിൻ്റെ നേർക്കുനേരെ പെട്ടെന്ന് പറയാവുന്ന അർത്ഥം. നിസ്സംശയം ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു എന്നും പറയാം. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി എന്നുള്ളതിന് നിസ്സംശയം ഇത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാകുന്നു എന്ന് പറയാം.
അതോടൊപ്പം തന്നെ സംശയമൊന്നുമില്ലാത്ത ഗ്രന്ഥമാണ് ഇത് എന്നും പറയാം. അപ്പൊ ഈ ഗ്രന്ഥം സംശയമൊന്നുമില്ലാത്തതാണ്, സൂക്ഷ്മതയുള്ളവർക്ക് സന്മാർഗം ലഭിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിൽ 4 പദങ്ങളുണ്ട്. 4 പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ആയത്തിന്റെ ആശയം മനസ്സിലാവും. ദാലിക്കൽ കിതാബ്, അവിടെ ഉള്ളത് അൽ കിതാബ് എന്നൊരു വാക്ക്. ലാ റൈബ ഫീഹി, അവിടെ റൈബ് എന്നൊരു വാക്കാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, അവിടെ ഹുദ എന്നൊരു വാക്കുണ്ട്, മുത്തഖീൻ എന്ന മറ്റൊരു വാക്കുണ്ട്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട വാക്കുകളാണ് ഈ ആയത്തുകളിലുള്ളത്. കിതാബ്, റൈബ്, ഹുദ, മുത്തഖീൻ. ഈ 4 വാക്കുകളുടെ അർത്ഥം മനസ്സിലായാൽ ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം നമ്മൾ അൽ കിതാബ് എന്ന് പറഞ്ഞതിലേക്ക് വരിക. ദാലിക്കൽ കിതാബ് എന്നാ പറഞ്ഞത്. നമ്മൾ സ്കൂളിൽ മിക്കവാറും ആളുകളൊക്കെ അറബി പഠിച്ചവരായിരിക്കും അല്ലേ? ഹാദാ ദാലിക, ഹാദിഹി തിൽക, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ വ്യത്യാസം? ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ദാലിക എന്ന് പറഞ്ഞാലോ അത് എന്നാണ്. പുല്ലിംഗം ആണുങ്ങൾക്ക് പറയുമ്പോൾ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഇവൾ, തിൽക്ക എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അവൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രന്ഥം എന്ന ആശയത്തിൽ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക എന്ന് പ്രയോഗിച്ചത്? ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. ഇവിടെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, അലിഫ് ലാം മീം, തീർച്ചയായും ആ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല. എന്താ ആ ഗ്രന്ഥം എന്ന് പറഞ്ഞത്? ഈ ഗ്രന്ഥമല്ലേ, നമ്മൾ ഓതുന്ന ഗ്രന്ഥം ഇതല്ലേ? അതിന് ഒരു വ്യാഖ്യാനം, ആ ഗ്രന്ഥം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അത് ലൗഹുൽ മഹ്ഫൂദിലുള്ള പരിശുദ്ധ ഖുർആനാണ്. എപ്പോഴാണ് സൂറത്തുൽ ബഖറ അവതരിപ്പിക്കപ്പെടുന്നത്? കാലം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മദീന കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞ് 14-ാമത്തെ 15-ാമത്തെ കൊല്ലത്തിലാണ് സൂറത്തുൽ ബഖറ അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയുടെ മിക്ക ആയത്തുകളും അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗ്രന്ഥം എന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വേറൊരു കാര്യം കൂടി, ഈ സമയത്ത് ഇത് ഗ്രന്ഥരൂപത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മളിപ്പോ ഈ കാണുന്നത് പോലെ ഒരു മുസ്ഹഫ് ഉണ്ടോ? ഗ്രന്ഥരൂപത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ ഗ്രന്ഥരൂപത്തിലായിട്ടില്ല. അപ്പൊ പിന്നെ ദാലിക്കൽ കിതാബ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അതാണ് ഒരു വ്യാഖ്യാനം. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥരൂപത്തിൽ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ സുരക്ഷിതമായിട്ട് ഖുർആൻ അൽ കിതാബായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇത് നബിക്ക് ഇങ്ങനെ ഓതിക്കൊടുക്കുന്നത്. വാമൊഴിയായിട്ട് പറയുകയാണെങ്കിലും അതിനെയും വരമൊഴിയായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ കിതാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ആദരസൂചകമായി നമ്മൾ സാധാരണ ഒരാളെ തന്നെ അവരെന്ന് പറയും, ഇല്ലേ? പറയാറില്ല. എന്താ കാരണം? ബഹുമാനം കൊണ്ട്. വിശേഷിച്ച് സ്ത്രീകളെയൊക്കെ സ്ത്രീകളെ പറച്ചില്ലെങ്കിലും അഭിസംബോധനയെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അവർ എന്ന് പറയും. ഒരാളെയും ഇപ്പോൾ നമ്മൾ ചില ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ അംബാസഡർ ഉണ്ടെങ്കിൽ എന്താണ് അംബാസഡറെ വിളിക്കുക? ഹിസ് എക്സലൻസി എന്നാണ്, അല്ലേ? സ്വാഗതം പറയുന്ന ആൾക്കാരൊക്കെ പറയാം ഹിസ് എക്സലൻസി, അംബാസഡർ എന്ന് പറഞ്ഞാ പറയാ. അല്ല, ഹിസ് എക്സലൻസി, യുവർ എക്സലൻസി അല്ലേ? ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന ആളെയാണെങ്കിൽ പോലും ആദരവും ബഹുമാനവും കലർത്തിയിട്ടാണ് ഹിസ് എക്സലൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിനെ ഒരു ആദരവ് നൽകിക്കൊണ്ടാണ് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. എന്തായിരുന്നാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഖുർആൻ എന്നാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത അൽ കിതാബ്. ഇനി ആ പേരിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ, അൽ കിതാബ് എന്ന് പറയുന്ന ഈ കിതാബ് എന്ന് പറയുന്ന പദം പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വേദഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്,
പരിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മറ്റു വേദഗ്രന്ഥങ്ങളെ കുറിച്ചും അൽ കിതാബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൽ കിതാബ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക വേദഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. അപ്പോ കിതാബിന് വേറൊരു അർത്ഥമുണ്ട്, നിയമപുസ്തകം എന്നൊരർത്ഥമുണ്ട്. കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നതോടൊപ്പം തന്നെ നിയമമാക്കി എന്നർത്ഥം. അതുകൊണ്ടാണ് കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോമ്പ് എഴുതി എന്നാണ് അർത്ഥം. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി, നിയമമാക്കി എന്നാണ്. അപ്പൊ കിതാബ് എന്നതിന് നിയമപുസ്തകം അല്ലെങ്കിൽ നിയമങ്ങൾ എഴുതി വെച്ച രേഖ എന്നും അർത്ഥമുണ്ട്. അതാണ് അൽ കിതാബ്. അപ്പൊ ദാലിക്കൽ കിതാബ്, ആ ആദരവുള്ള മഹത്തായ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിലൊരു സംശയത്തിനും അവകാശമില്ല. എന്താ സംശയം ഉണ്ടാവുക? സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഒന്നാമത്തെ സംശയം, ഇത് അള്ളാഹുവിൻ്റെത് തന്നെയാണോ? ഒരു സംശയം. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെയാണോ? രണ്ടാമത്തെ സംശയം. ഇത് കൊണ്ടുവന്നയാൾ പ്രവാചകനാണോ? മറ്റൊരു സംശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം, ഒരിക്കൽ പോലും സംശയിക്കേണ്ടതില്ലാത്ത വിധം ഇത് അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. നോ ഡൗട്ട് അറ്റ് ഓൾ, ലാ റൈബ ഫീഹി, ഒരു സംശയത്തിനും അതിൽ അവകാശമില്ല. ഷക്കുല്ല, റൈബുല്ല. ഷക്ക് എന്ന് പറയുന്ന സംശയത്തിന്, റൈബ് എന്ന് പറയും യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സംശയത്തിന് അവകാശമില്ല എന്നുറപ്പിച്ച് പറയാവുന്ന ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ലാ റൈബ ഫീഹി, അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. ഈ രണ്ടു വാക്കും കൂടി മനസ്സിലായാൽ നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥം കിട്ടും. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ ചെറിയതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അവിടെ ഇഹ്ദിന, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞു. ഹുദ എന്ന് പറഞ്ഞാൽ അതിന് 10-14 അർത്ഥങ്ങളുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 10-14ഓളം അർത്ഥങ്ങൾ ഹുദ എന്നതിനുണ്ട്. ഒരർത്ഥം മനസ്സിന്റെ തെളിച്ചത്തിന് ഹുദ എന്ന് പറയും, തെളിവിന് ഹുദ എന്ന് പറയും, നേർവഴിക്ക് ഹുദ എന്ന് പറയും, സന്മാർഗത്തിന് ഹുദ എന്ന് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് ഹുദയാണ്, ഇത് മനസ്സിന് തെളിച്ചമാണ്. ഇത് ഹുദയാണ്, ഇത് തെളിവാണ്. ഇത് ഹുദയാണ്, ഇത് നേർവഴിയാണ്. ഇത് ഹുദയാണ്, ഇത് സന്മാർഗമാണ്. നമ്മൾ ചോദിച്ച ഹുദ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചോദിച്ചില്ലേ, അതാണ് അല്ലാഹു ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് സൂക്ഷ്മാലുക്കൾക്ക് ഇതാ ഹുദയാണിത്, വെളിച്ചമാണ്, തെളിച്ചമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ഭൂമിയിൽ എൻ്റെ ഹുദ വന്ന് കിട്ടും, അപ്പൊ അത് ആര് സ്വീകരിച്ചോ അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ ഹുദയാണ് ഈ ഹുദ. ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീൻ എന്ന് പറഞ്ഞത് മനസ്സിലാക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട് മുത്തഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭയഭക്തി ഉള്ളയാൾ, വിശ്വാസമൊക്കെ സ്വീകരിച്ച് മുഅ്മിനായ ആള്, അള്ളാഹുവെ പേടിച്ച് ഭയഭക്തിയോടുകൂടി ജീവിച്ച ആൾക്കാണ് മുത്തഖി എന്ന് പറയാം. അപ്പൊ ഇത് ഈ ഖുർആന് മുസ്ലിം ആകാത്ത ഒരാൾക്ക് ഉപകാരപ്പെടൂലേ? അവിടെയാണ് നമ്മൾ മുത്തഖി എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കേണ്ടത്. മുത്തഖിക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ അർത്ഥം മുത്തഖിക്കുണ്ട്, എന്ത്? സൂക്ഷ്മാലു. ഇപ്പോ കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞില്ലേ, മുത്തഖിയാകാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവൻ എന്ന അർത്ഥത്തിന് മുത്തഖി പ്രയോഗിക്കും. ഇപ്പൊ ഇവിടെ ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങൾക്ക് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുത്തഖികളായവർക്കും മുത്തഖികളാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഈ ഖുർആൻ ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കം വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ഖുർആൻ അമുസ്ലിങ്ങൾക്കും ഉപകാരപ്പെടും. അമുസ്ലിങ്ങളിലും മുത്തഖി ഉണ്ടാവും. എങ്ങനെ മുത്തഖി ഉണ്ടാവുക? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില ആൾക്കാരൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷെ മുസ്ലിങ്ങളെക്കാളും നല്ല മനുഷ്യന്മാർ മുസ്ലിങ്ങളല്ലാത്തവർ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും മുസ്ലിങ്ങളായ മനുഷ്യരെക്കാൾ സൂക്ഷ്മത, കള്ളമില്ല,
ചീത്ത പറയില്ല, വൃത്തികേടില്ല, തമ്മാടിത്തല്ല, നല്ല നല്ല മനുഷ്യന്മാർ. അവർ വിചാരിക്കുന്ന നല്ലവരായി ജീവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഖുർആൻ വേഗം ഉപകാരപ്പെടും. വേറെ ചില ആൾക്കാർ വൃത്തികെട്ട ജീവിതം നയിക്കുകയും സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടില്ല. അപ്പൊ ഈ സംശയമില്ലാത്ത ഗ്രന്ഥം ഉപകാരപ്പെടുന്നത് മുത്തഖീങ്ങൾക്കും മുത്തഖികളാകാൻ ആഗ്രഹിക്കുന്നവർക്കും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നല്ല ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമാണ് ഈ ഖുർആൻ ഉപകാരപ്പെടുക. അപ്പൊ ഞാൻ ഒന്നുകൂടി അർത്ഥം പറയാം. അലിഫ് ലാം മീം, അത് അക്ഷരങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് അല്ലാഹുവിനറിയാം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ആ ഗ്രന്ഥം, അതിൽ ഒരു സംശയത്തിനും അവകാശമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെളിച്ചമാണ്, തെളിച്ചമാണ്, തെളിവാണ്, സന്മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തിന്റെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ